ഇപ്പോൾ വിധു പാടിയ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ശരത്തിന് ഇഷ്ടപ്പെട്ട പാട്ടുകാർ ഒരുപാട് പേരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് വേണുഗോപാൽ അല്ലേ? അതെ അതെ, എനിക്ക് വേണുചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റവും വളരെ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വേണുചേട്ടൻ പാടുന്നത് ഒറ്റാൾ പട്ടാളത്തിൽ മായാമഞ്ചലിൽ എന്നുള്ള പാട്ടാണ്. വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് വേണുചേട്ടൻ. അത് വേണുചേട്ടൻ പാടിയിട്ട് തന്നെ ഞാൻ പറഞ്ഞത് വേണുചേട്ടന് വേണ്ടിയുള്ള പാട്ടാണ്. കാര്യം ഒരു സ്വഭാവത്തിനും ഒക്കെ പറ്റിയത് ഒരു ടൈയിട്ട മെലഡിയാണ്. അപ്പോൾ അത് അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്, ശരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ബൈറ്റിലൂടെ. ശരത്തിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് 91, 92 കാലഘട്ടത്തിലാണെന്നാണ് ഓർമ്മ. ഒറ്റയാൾ പട്ടാളം എന്ന സിനിമയുടെ റെക്കോർഡിങ്ങിനായിട്ട് മദ്രാസിലെത്തുകയാണ്. ശരത്തിനെ ഞാൻ കണ്ട് പാട്ട് പഠിക്കുമ്പോൾ, ഹാർമോണിയം വെച്ച് പഠിക്കുമ്പോൾ ഇന്നത്തെ പോലെ തന്നെ ധാരാളം ഹാസ്യം കൈമുതലായിട്ടുള്ള ഒരാളാണ് ശരത്ത്. പാട്ട് അസല് ട്യൂണായിരുന്നു. ഓർക്കസ്ട്രേഷൻ കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ ഇമ്പ്രസ്ഡ് ആയിരുന്നു. അന്ന് എൻ്റെ കൂടെ ശ്രീനിയുണ്ട്. ശ്രീനിവാസ് അന്ന് പാട്ട് പാടി തുടങ്ങിയിട്ടില്ല. അന്ന് എൻ്റെ റെക്കോർഡിങ്സിനൊക്കെ ശ്രീനി വന്ന് പാട്ട് കേൾക്കുന്ന കൂട്ടത്തിലായിരുന്നു. വളരെ ഇന്നും ആ പാട്ട് മായാമഞ്ചലിൽ എന്ന പാട്ട് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ ഓർക്കസ്ട്രേഷനും അതിനകത്തുള്ള ഒരു സാങ്കേതിക വൈദഗ്ധ്യം, അതിനകത്ത് പുലർത്തിയിട്ടുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം ഇന്നും വളരെ കറൻ്റാണ് എന്ന് അറിയാൻ പറ്റും. പക്ഷേ എനിക്ക് പറയാനുള്ളത് ശരത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും ശരത്തിൻ്റെ വൈദഗ്ധ്യം തെളിയിക്കുന്ന ഗാനങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ്. ഹേർഡ് സോങ്സ് ആർ സ്വീറ്റ്, ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ എന്നാണ്. കേട്ടവയെല്ലാം മധുരം, ഇനി കേൾക്കാനുള്ളവ അതിലേറെ മധുരതരം. ശരത്തിന് എല്ലാ ഭാവുകങ്ങളുമാണ് ഞാൻ ഈ ഒരു നിമിഷത്തിൽ നേരുന്നത്. ഇപ്പോൾ വേണു പറഞ്ഞത് നമ്മൾ കേട്ടു. ഇപ്പോൾ പാട്ടുകാരുടെ കാര്യം പറയുമ്പോൾ ഇനി അവസാനിക്കുന്നില്ല, അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ സുജാത, ഇപ്പോൾ ചിത്ര ചേച്ചിയെക്കുറിച്ച് ശരത് ഒരുപാട് പറഞ്ഞു, ചിത്രയെക്കുറിച്ച്. അതുപോലെ തന്നെ എനിക്ക് സുജാതയായിട്ടുള്ള പിന്നെ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ പാട്ട് ആസ്വദിക്കുന്ന ഒരു പാട്ടുകാരി എന്ന് പറഞ്ഞാൽ സുജാത ചേച്ചിയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇപ്പോൾ ചേച്ചി എനിക്ക് പാടിയിട്ടുണ്ട്, അതും നല്ല അനുഭവങ്ങളായിരുന്നു. പ്രത്യേകിച്ച് അർദ്ധരാത്രിക്ക് വന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതും സിവിച്ചേട്ടൻ്റെ ഈ സിന്ദൂരരേഖ എന്ന ചിത്രത്തിൽ രാവിൽ വീണാനാദം പോലെ എന്നൊരു പാട്ടുണ്ട്. അത് ദാസേട്ടനും ഒരു ടൈമിൽ ഒന്ന് പാടിയതാണ്. എന്നിട്ട് പറയുകയും ചെയ്തു, ഇത്രയും രാത്രി ഞാൻ എങ്ങും പോയി പാടിയിട്ടില്ല, ഞാൻ നിനക്ക് വേണ്ടി വന്നതാണ് അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ചെറിയ സ്നേഹമൊക്കെ ഉണ്ടല്ലേ എന്ന്. ശരത്, കൺഗ്രാറ്റ്സ്. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും എല്ലാ സുഹൃത്തുക്കളുടെയും കൺഗ്രാറ്റ്സ് പറയുന്നു. ശരത്തിനറിയാം ഞാൻ ശരത്തിൻ്റെ ഒരു വലിയ ഫാനാണെന്ന്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈശ്വരൻ എന്താ പറയുക, മ്യൂസിക് ഫുള്ളി ലോഡഡ് ആയിട്ട് അയച്ച ഒരു കലാകാരനാണ്, ഒരു ആർട്ടിസ്റ്റാണ് ശരത് ഭൂമിയിലേക്ക്. ആക്ച്വലി ഐ എം വെരി പ്രൗഡ്. എനിക്ക് ശരത്തിനെ പറ്റി എപ്പോഴും ആലോചിക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു കലാകാരനാണ്. എനിക്ക് ശരത്തൊരു സ്വന്തം എന്താ പറയുക, ഒരു ബ്രദറിനെ പോലെ തന്നെ. ചേച്ചി റെക്കോർഡിങ് സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും എത്ര ഡിഫിക്കൽട്ട് പാട്ടാണെങ്കിലും ഇന്ന് നമ്മൾ കഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ട് പോയാലും ശരത് ഭയങ്കര ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. കാരണം നമ്മുടെ ബെസ്റ്റ് എന്താ കിട്ടണേ അത് വച്ചിട്ട് പിന്നെ വർക്ക് ചെയ്ത് അതൊക്കെ എന്തൊക്കെ ക്ലീൻ ചെയ്യാനുള്ള അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല രസമായിട്ട് അത് റിസൾട്ട് കൊണ്ടുവരും ശരത്ത്. വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ള, ശരത്ത് ഒരുപാട് പുതിയ വോയിസസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് വന്ന പല പടങ്ങളിലും എല്ലാ വോയിസസും ഡിഫറെൻ്റ് ആയിട്ട് പുതിയ വോയിസസ് യൂസ് ചെയ്തു. അതൊരു വളരെ എൻകറേജിങ് ട്രെൻഡാണ്. കാരണം കുട്ടികൾക്കൊരു ഓപ്പണിംഗ് കിട്ടുക എന്നുള്ളത് ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. അതും ശരത്ത് പോലെ ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന എൻകറേജ്മെൻറ്റ് ചെറുതല്ല. സോ അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഓർ കൺഗ്രാറ്റ്സ്. ശരത് ഇനിയും നിറയെ വളർച്ച ഞങ്ങൾ ഇരുന്ന് കാണണം. ശരത്തിൻ്റെ സംഗീതം ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശരത്തിനും സീതയ്ക്കും മോക്കും എല്ലാവർക്കും എല്ലാ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുജാതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, സുജാത മാത്രമല്ലോ, സുജാതയുടെ മകളും പാടിയിട്ടുണ്ടല്ലോ ശരത്തിൻ്റെ പടത്തിൽ. സുജാത പ്രത്യേകിച്ചും തിരക്കഥയിലെ പാലപ്പൂ എന്നുള്ള പാട്ട്, ഇപ്പോൾ തത്സമയം പെൺകുട്ടിയിലെ അതിമനോഹരമായ പാട്ട്, അങ്ങനെ ഒരുപാട് പാട്ടുകൾ. എങ്ങനെയാണ് സുജാതയും ഒന്ന് കമ്പയർ ചെയ്താൽ എങ്ങനെയാണ്? ശ്വേത ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കി പാടണം. എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പാടുന്നത്, അതിനകത്തുള്ള എന്താണ് ഐറ്റം എന്ന് മനസ്സിലാക്കി പാടണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് പാടുന്നൊരു പാട്ടുകാരിയാണ് ശ്വേത.